ഇത് ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇൻറ്റിമസിയിലേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത്. അതിനകത്ത് ഇൻറ്റിമസിയിലേക്ക് വരാം. ഈശോയുടെ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും കർത്താവ് സ്റ്റാറ്റസ് എന്നാണ്. ആ സ്റ്റാറ്റസ്, ആ ഇൻറ്റിമസിയുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത്. അത് ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത്, ഡബിൾ മൈൻഡഡ്. ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല. എന്നാലും അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലിയും ശുശ്രൂഷയും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല, എല്ലാം കർത്താവിൻ്റെ ജോലിയാണ്. ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചാലും, തൊഴിലെടുത്ത് ജീവിച്ചാലും, ഏകസ്ഥരായാലും, വിധവയായാലും നമ്മളെല്ലാം ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലനുള്ള സ്റ്റാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ ജോലിയാണ്. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്താൽ കർത്താവിൻ്റെ ജോലി ആകത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ഡബിൾ മൈൻഡഡ് ആകരുത്. ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ്. ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയും വീട്ടിൽ പോടാന്ന് പറയും. എന്താണ്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്. ലൂക്ക 9:62. യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവകാശമില്ലെന്നാ പറഞ്ഞത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഹിതത്താൽ, വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ഒരു ജീവിതമാണ്. അതിന് എന്ത് പറ്റും? ഡബിൾ മൈൻഡഡ് പറ്റത്തില്ലെന്ന്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും, വിവാഹിതർക്കും, ഏകസ്ഥർക്കും, സമർപ്പിതർക്കും, അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കയറി വരും. എന്താ കാര്യത്തിൽ? കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും. ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ്. ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ്. രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷിക്തരുടെ വായുന്നെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ? അതിൻ്റെ സഹസഞ്ചാരിയായി അതിൻ്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും. പക്ഷേ എന്താ വിഷയം? ആ രക്ഷകൻ്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത്? ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ്. എന്ത് റിജക്റ്റഡ് ചെയ്യും? 2-3 തരത്തിൽ റിജക്ഷൻ സംഭവിക്കും. അതിലൊന്ന്, ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതവരുടെ സംഭവം. ഇപ്പം പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്ത് ചെയ്ത്? ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത്. അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല. ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ, എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള, സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷാകര നടപടിയിൽ
ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഇപ്പം ചുവപ്പ് വസ്ത്രം, ഹൃദാളന്മാർ ചുവപ്പ് വസ്ത്രം കെട്ടുന്നു, ഷാസ്ട്ര ബിഷപ്പുമാർ റോസ് വസ്ത്രം കെട്ടുന്നു. എന്തായാലും കളറ് ചുവപ്പിൻ്റെ വെറൈറ്റിയാണ്. എന്താ ഉദ്ദേശം എന്താണ്? ആദിമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ, അയാൾ എപ്പോഴായാലും ഒരു 2 മാസമോ 6 മാസമോ മുമ്പ് 6 കൊല്ലത്തിനുള്ളിൽ മരിക്കും. അപ്പം മരിക്കാൻ തയ്യാറാണ്, വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ചുവപ്പ് കെട്ടണത്. അന്ന് അതിൻ്റെ ട്രഡീഷൻ അതാണ്. അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെന്ന് തന്നെ മറ്റ് മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് ആയിട്ടുള്ള, ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും. എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ വരുന്ന ഒരു വിഷയം, ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ്, ആ എവാഞ്ചലൈസേഷനിൽ നിന്ന് വന്നതല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വല്ല വിഷയവൃത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡയലോഗുകാർ ചെന്ന് പെടും. ഇപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട്. പലരും ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും. പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ്. ഈ നെയിമെ തൊടുമ്പോൾ പണ്ടൊരാൾ തൊട്ടതാണ്, അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പിന്നെ അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തരപ്പെട്ടിട്ട് 10 ദിവസത്തിൻ്റെ ഒപ്പം നിന്നിട്ട് 10 ദിവസത്തിന് പകരം 14 സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മാറിയത്, പൗലോസിൻ്റെ. അപ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും. പാരൽ സംവിധാനം. ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? ഓക്കെ. തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രിൻസ്, ഇത് ഞങ്ങളുടെ 2 മക്കളാണ്, എഫ്രൈം ആൻഡ് എഫ്രോൺ. ഞങ്ങൾ വരുന്നത് ഖത്തറിൽ നിന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യം പറയാനുള്ള കാരണം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. കൃപാസനം അതെന്തിനാ അങ്ങനെ ഒരു സ്ഥലം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പലപ്പോഴും പത്രം കിട്ടുമ്പോഴും ഞാനത് വായിക്കുക പോലും ചെയ്യില്ല, പുച്ഛിച്ച് ഞാൻ കളയുമായിരുന്നു. അങ്ങനെ പലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൊക്കെ ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, കൃപാസനം സത്യമാണെങ്കിൽ, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ അന്ന് കുർബാനയ്ക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനം സത്യമാണെങ്കിൽ ഇന്ന് ഞാൻ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾ എന്നോട് പറയണം കൃപാസനത്തെക്കുറിച്ച്, എങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഒരു അത്ഭുതമായി തോന്നി. കാരണം ഞാനത് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മദ്ബഹയിൽ നിന്ന് ശുശ്രൂഷക്കാരൻ ഇങ്ങനെ വായിക്കുകയാണ് ബൈബിള്. നീ കൃപാസനത്തിൽ ചെന്ന് നിൻ്റെ ഉടമ്പടികൾ എടുക്കുക, നീ കൃപാസനത്തിൽ നിൻ്റെ നേർച്ചകളെ കഴിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അത്രയും കാലം വരണ്ടായെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലി പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം അവർക്കൊന്നും അത് അത്രമാത്രം അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാവരും എന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഇന്ന് തന്നെ പൊക്കോ. അന്ന് രാത്രി തന്നെ ഞാൻ ബസ്സിന് ഇവിടെ വന്ന് എൻ്റെ ആങ്ങളയുടെ കൂടെ വന്നു. ഉടമ്പടി എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനും ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞങ്ങൾ 2 പേരും കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂത്ത മോന് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത്. എൻ്റെ മോന് സ്പ്ലീനോമെഗാലി, അതായത് സ്പ്ലീന്, നമ്മുടെ ഇതിലെ ഓർഗനൈസ് സ്പ്ലീൻ എന്ന് പറയുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഇതായിരുന്നു, അവന് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത് വരും, അതുപോലെ തന്നെ അനീമിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് എഴുതി, എൻ്റെ കുഞ്ഞിൻ്റെ സ്പ്ലീനോമെഗാലി മാറ്റിത്തരണമെന്ന്. അങ്ങനെ പിന്നീടുള്ള സ്കാനിങ്ങിൽ അവൻ്റെ സ്പ്ലീനോമെഗാലി പൂർണ്ണമായി മാറിക്കിട്ടിയെന്ന് കണ്ടു.
അതിനുശേഷം ഞാനാണെങ്കിൽ ആ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ അതൊന്നും ഇപ്പം എനിക്കിവിടെ വെച്ച് പറയാൻ പറ്റാത്തത് എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ UK പോകണോ ഖത്തറിലേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനം, മാതാവ് നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ മാതാവ് എൻ്റെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ 2ാമത്തെ ദിവസം ഖത്തറിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഞാൻ ഖത്തറിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത് പോയി എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്തിനാ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആർക്കും കൃപാസനത്തെക്കുറിച്ചോ ഒരാളുടെ കയ്യിൽ പോലും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇല്ലായിരുന്നു. ഇന്ന് 3 വർഷം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവിടെ എല്ലാവരുടെ കയ്യിലും അവരെല്ലാവരും 10-20 പേര് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഓൺലൈനിലായിട്ടും എല്ലാം ഉടമ്പടി എടുത്തു. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നോട് പറയും, ജോസ്ന ഒന്ന് പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം കേട്ടോ, നിൻ്റെ മാതാവിനോട് നീ പറയണം കേട്ടോ എന്ന് പറയുന്നൊരു നിലയിലേക്ക് മാതാവോട് എത്തിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇനി 2ാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ, അനോമലി സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് വളരെയധികം ഗ്രോത്ത് കൂടുതലാണ്, തലയ്ക്ക് വലുപ്പം കൂടുതലാണ്, കാലുകൾക്ക് വലുപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മൂത്ത മോനുണ്ടായപ്പോൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, അമ്മേ ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ, എന്നെ മച്ചി എന്ന് വിളിക്കാതിരിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നേ പറഞ്ഞുള്ളൂ. 2ാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചോദിച്ചേ ഇല്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റുള്ളവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വയറ്റിലായിരുന്നു ഒരു കുഞ്ഞിനെ ദൈവം തന്നത്. 5ാം മാസത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? അപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞു, എൻ്റെ ദൈവം എങ്ങനെ തന്നാലും ഞാൻ അവനെ സ്വീകരിക്കും, അവനെന്ത് കുഴപ്പം വന്നാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥിച്ചു, എൻ്റെ പാരൻസ് പ്രാർത്ഥിച്ചു, കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസം കഴിഞ്ഞു. 7 മാസം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി. അവിടെ എത്ര ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടും ആരും എൻ്റെ അസുഖങ്ങൾ കേൾക്കാനോ ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. ബ്ലീഡിങ് അത് നോർമലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വേദനകൾ വരുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം നമുക്ക് ഇവിടുത്തെ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ അവിടെ പറ്റുകയില്ല. അങ്ങനെ ഞാൻ 6ാം മാസത്തിൽ ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എനിക്ക് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? അവർ പറഞ്ഞു, നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് വീട്ടിൽ പോവാം, 2 ദിവസം സിക്ക് ലീവ് തന്ന് നിന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കൊന്ത ചൊല്ലി കാശുരൂപ മുറുക്കി പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ ബ്ലീഡിങ്ങിന് കാരണം എന്താണ്, അതെനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. തിരിച്ചു വന്ന ആ ഡോക്ടർ ദൈവദൂതനെ പോലെ ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ജോസ്ന നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. അതുവരെ എന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച ഡോക്ടർ ആ സ്കാനിങ് റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഇനി നീ അനങ്ങരുത്, നിൻ്റെ യൂട്രസ് മൊത്തമായി തുറന്നിരിക്കുകയാണ്, ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു, നിനക്ക് കുഞ്ഞ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഫുൾ ബെഡ് റെസ്റ്റായി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്നാണെങ്കിൽ അവർ അനങ്ങാനോ ഒന്നിനും അവർ സമ്മതിക്കാത്ത രീതിയിൽ അവരെന്നെ അവിടെ കിടത്തി. പിറ്റേ ദിവസം തന്നെ എനിക്ക് വേദന വന്നു. ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് വേദനയുണ്ട്, ഞാൻ ഡെലിവറി ആവും. അവർ പറഞ്ഞു, ഇല്ല, നിനക്ക് വേദന ഒരിക്കലും ഒരു വേദനയല്ല, ഇത് പ്രസവ വേദനയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാസൻ്റെ പോയി, ഞാൻ പെട്ടെന്ന് ഡെലിവറിയിലേക്ക് പോയി. അങ്ങനെ എനിക്ക് സിസേറിയനിലൂടെ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു. അന്ന് 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തിനാണ് എൻ്റെ കുഞ്ഞിന് ഇത്രയും ഗ്രോത്ത് കൂടുതൽ, എന്താണ് കർത്താവേ, എന്താ പറ്റി എൻ്റെ കുഞ്ഞിന്? എന്തായാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണല്ലോ. ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നത് 6ാം മാസത്തെ സിസേറിയനിലൂടെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് 1 കിലോയും 250 ഗ്രാമും തൂക്കം ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു. അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഒരിക്കലും 6ാം മാസത്തിലൊരു കുഞ്ഞിന് 1 കിലോയിൽ കൂടുതൽ തൂക്കം വരില്ല. അങ്ങനെ അവനെ അവിടെ കിടത്തി. ഓരോ ദിവസം ചെല്ലുമ്പോഴും കുഞ്ഞിനെ അവിടെ കിടത്തി എന്നെ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ആ സാഹചര്യങ്ങൾ. പക്ഷേ എൻ്റെ ഈശോ എന്നെ മുറുകെ പിടിച്ചു, എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ പറയും, ഇന്ന് കിട്ടും എന്ന്, നാളെ പറയും, ഇല്ല നീ പ്രതീക്ഷ വെക്കേണ്ട, നിൻ്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ എക്കോ എടുത്തപ്പോൾ പറഞ്ഞു, കുഞ്ഞിന് ഇങ്ങനെ എക്കോയിൽ പറഞ്ഞു കുഞ്ഞിന് മർമറുണ്ട്, അവനെ കൊണ്ടുപോക്കോളം ഇങ്ങനെ മർമറുണ്ട്, അത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്കോ പ്രകാരം കുഞ്ഞിന് ഒരു ഹോളുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ആ ഹോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് സർജറി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അങ്ങനെ അവർ നോക്കി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ കേൾക്കുന്നത്, എനിക്കെൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു തീർപ്പറിയണം, എന്താണ് നീ തരുവാണെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ നീ എടുത്തോ, അതെല്ലാം നിൻ്റെ ഇഷ്ടമാണ്, കാരണം ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല, നിൻ്റെ ഇഷ്ടപ്രകാരം നീ തന്നതാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് അന്നും പറഞ്ഞു, കൊന്ത ചൊല്ലി കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നീ ഇടപെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ അവനെ നീലങ്കിയാൽ പൊതിയണം,
എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ എത്തുന്നത് വരെ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവരൊരു നീല തുണിയിലാണ് പൊതിഞ്ഞ് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാൻ അവിടുത്തെ നഴ്സുമാരോടും ഡോക്ടേഴ്സിനോടൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ ലാംഗ്വേജോ ഒന്നും ഞാൻ നോക്കിയില്ല. അവരോട് പറഞ്ഞു, അറബിക് രാജ്യമാണെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസന മാതാവ് എനിക്ക് തരും, എൻ്റെ കുഞ്ഞിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ തരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ ഈശോയിൽ നിന്ന് നേടിത്തരുമെന്ന്. അന്ന് പിറ്റേ ദിവസത്തെ സ്കാനിങ്ങിൽ എന്നോട് പറയുകയാണ്, എക്കോയിലും പറയുകയാണ്, നിൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോള് അടഞ്ഞു പോയിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല അവന്. 3 മാസം കറക്റ്റ് 3 മാസം കഴിഞ്ഞാൽ പോലും തരാൻ പറ്റില്ല, ICUവിൽ തന്നെ കിടത്തണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ കയ്യിലേക്ക് തന്നു. അവർ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ മാതാവ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ ആ നഴ്സ് എൻ്റെ കയ്യിലേക്ക് മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാണ് ആ നഴ്സ് എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നത്. അതിനു മുമ്പ് തന്നെ അവർ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഓരോന്നായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ ഡോക്ടർ നഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ കീഴിൽ വെച്ചോളാൻ. അന്ന് മുതൽ ഞാൻ ആ കാശുരൂപം വെച്ചു, ഉപ്പ് വെച്ചു, വെഞ്ചരിച്ച തൈലം കൊണ്ട് ഞാൻ ഇന്നും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിലും കുരിശു വരയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ കുഞ്ഞിന് മാറ്റങ്ങളായിരുന്നു. ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിൽ അവിടെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. തൈലം ഞാൻ എന്നും തേച്ചു. ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഞാൻ പമ്പ് ചെയ്ത് പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. ആ പാലിൽ എനിക്കറിയാം, ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്കറിയാം, ഒരിക്കലും എൻ്റെ കുഞ്ഞിന് ഉപ്പ് കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് അവൻ്റെ കിഡ്നി പ്രവർത്തനങ്ങളായിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ നേഴ്സ് ആയിരുന്നില്ല, ഞാനൊരു അമ്മ. എൻ്റെ ഈശോയിലൂടെ എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നും എടുക്കുന്ന എൻ്റെ മുലപ്പാലിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് വിതറും എന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ദൈവം തന്നു. ഇന്ന് അവൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ്. അവൻ്റെ കണ്ണ്, ചെവി, എല്ലാ കാര്യങ്ങളും നോർമലാണ്. ഇന്ന് അവന് 11 മാസമായി. പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്നെ എത്തി. അവന് പൂർണ്ണമായിട്ടും 11 മാസത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 8 മാസമായി കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ മാതാവും ഈശോയും കൃപ തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ കുഞ്ഞിന് പാല് കൊണ്ട് പോകുമ്പോഴായിരുന്നു ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ബാക്കിൽ നിന്നൊരു വണ്ടി ഇടിച്ചു. അന്ന് ആ വണ്ടി ഇടിച്ച് കണ്ടവരെല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ പറ്റി, ഞങ്ങൾ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ആ വണ്ടിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു പോറൽ പോലും ഇല്ലായിരുന്നു. ഞാൻ സിസേറിയൻ കഴിഞ്ഞ് അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മുറി, അവിടെ ഒരു വേദന വന്നു എന്നല്ലാതെ ഒരു കുഴപ്പമില്ല. കാരണം അവിടെ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ഖത്തറിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് ഇവിടുന്ന് ഒരു വെഞ്ചരിച്ച കാശുരൂപം തന്നു. അത് ഞങ്ങൾ അവിടുന്ന് പുതിയ കാറ് വാങ്ങിച്ച സമയത്ത് ആ കാറിൽ ഞങ്ങൾ ഈ വെഞ്ചരിച്ച കാശുരൂപം വെച്ചു. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അയ്യോ, ആ കാശുരൂപം പോയല്ലോ, വെഞ്ചരിച്ച് കിട്ടിയതല്ലേ. പക്ഷേ ആ ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ കാശുരൂപം കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വന്ന് വീഴുവാണ്. ഞാൻ നോക്കിയപ്പോൾ ആ കാശുരൂപം അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്നും വന്നിട്ടില്ല, കാരണം മാതാവിൻ്റെ സംരക്ഷണം അവിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥന അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ചൊരു കുടുംബത്തിലായിരുന്നു ഞാൻ. രാവിലെ എണീച്ചാൽ 4 മണിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ചിട്ടയായ കുടുംബത്തിലെ പ്രാർത്ഥനയോടുകൂടി വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അതിൽ നിന്ന് എൻ്റേതായൊരു നിലയിലെത്തിയപ്പോൾ തെറ്റി, അതിൽ നിന്ന് മാറി, പലപ്പോഴും പ്രാർത്ഥിക്കാതെയായി, അങ്ങനൊരു ജീവിതത്തിലേക്ക് പോയി. പക്ഷേ കൃപാസനത്തിൽ ഞാൻ എന്ന് വന്നോ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലാതിരുന്നു. ബൈബിള് വായിക്കാൻ തുടങ്ങി. മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. കാരണം അതുവരെ ഈശോയെക്കുറിച്ച് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതുവരെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എവിടെയും. പക്ഷേ ഇന്ന് ഞാൻ ആരെ കണ്ടാലും അവരുടെ മുമ്പിൽ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, എൻ്റെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആരുടെ മുമ്പിലും എനിക്കൊരു നാണവുമില്ലാതെ ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച്, അതേത് ഖത്തറിയാണെങ്കിലും ആരാണെങ്കിലും, ഫിലിപ്പീൻസ് ആണല്ലോ ആരാണെന്നൊന്നും ഞാൻ നോക്കാറില്ല, അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സായിട്ടാണ്. അവിടെയുള്ള ഫിലിപ്പീൻസോ ലബാനീസോ ഉള്ള അവരുടെ കയ്യിലെല്ലാം അവരെല്ലാം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കൊടുത്ത കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ പോന്നപ്പോൾ 1000 പേര് എന്നോട് പറഞ്ഞു വിട്ടു, നീ കൃപാസനത്തിൽ പോകുമ്പോൾ പറയണം, ഈശോയോട് പറയണം. അത് മറ്റ്
ആൾക്കാരാണ് എന്നോട് പറയുന്നത്. അവർക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ട് കൊടുത്തു, അങ്ങനെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ചാനലിൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും. എന്നോട് എൻ്റെ പലരും ചോദിക്കും, നിനക്ക് എന്താ ഇത് ഇങ്ങനെ ഫുൾ ടൈം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നാൽ മതിയോന്ന്. പക്ഷെ അതിലെനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. എന്ന് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, മാതാവേ എന്നെ ഇതുപോലെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന്. എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് അതിനുള്ളൊരു മാർഗം തുറന്നു തന്നതായിരുന്നു എൻ്റെ കുഞ്ഞ്. എല്ലാവരും എന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നീ ഇത്രയും ഇതാക്കിയിട്ട് നിൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെയായി പോയത്, നിനക്ക് എന്താ ഇങ്ങനൊരു ഡെലിവറി വന്നതെന്നൊക്കെ. പക്ഷേ ഇന്നും ഞാൻ എല്ലാവരോടും പറയുക, അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നത് ഞാൻ കൂടുതലായി ദൈവത്തിലേക്ക് അടുക്കാനായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തെ അറിയിച്ച് വളർത്താൻ എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ ബുദ്ധിമുട്ടുള്ളവരെ കാണും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതായിരുന്നു അത്രയും കാലം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃപാസനത്തിൽ വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പഠിച്ചു, എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എന്നേക്കാൾ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പഠിച്ചു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായിട്ട് മാതാവും ഈശോയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനെല്ലാം പറയുന്നില്ല. ഇത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞ, കൃപ ചൊരിഞ്ഞ, എന്നെ ദൈവികമായ രീതിയിൽ വളർത്താൻ പഠിപ്പിച്ച, എൻ്റെ മക്കളെ ആ രീതിയിലേക്ക് വളർത്താൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സഹായിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ജോസ്ന എന്ന മകളുടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. കൃപാസനം പ്രാർത്ഥനാ പദ്ധതികളെയെല്ലാം വളരെ പുച്ഛത്തോടെ വീക്ഷിച്ചിരുന്ന ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ജോസ്ന ഒരു വെല്ലുവിളിയോടുകൂടിയാണ് അവരുടെ ദേവാലയാങ്കണത്തിൽ പറഞ്ഞത്, എന്നോട് ഇന്ന് ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് വിശ്വസിക്കാം എന്നുള്ളൊരു വെല്ലുവിളിയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ജോസ്നയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കടന്നു വന്നത്. അതോടുകൂടി ജോസ്നയുടെ ജീവിതം മാറിമറിയുകയും ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ഒരു അത്ഭുതമാണ് ഈ 2 മക്കളുടെയും കാര്യത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോ അവർക്ക് നൽകിയിട്ടുള്ള വലിയ സൗഖ്യവും സമാധാനവും സന്തോഷവും ആശ്വാസവും. അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ ഒരു വില കൊടുത്തോ വാങ്ങിക്കാവുന്നതല്ല. കാരണം നമുക്ക് വേണ്ടി വില കൊടുത്തിട്ടുള്ള ഒരാൾ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്പോഴും നമ്മോട് ദാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തിനും ദൈവത്തോടുള്ള വിശ്വാസത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ജോസ്നയുടെ ആ ചലഞ്ച് വളരെ പെട്ടെന്നായിരുന്നു. ഉടമ്പടി ഉടൻ പരിഹാരം എന്ന് ജോസ്നയ്ക്ക് വെളിപ്പെട്ട ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ച് നാം വായിച്ചെടുക്കുമ്പോൾ ജോസഫ് വലിയ ഒരു തകർച്ചയിൽ നിന്ന് കടന്നുപോയപ്പോൾ ആദ്യമുണ്ടായ കുഞ്ഞിന് ജോസഫ് ഇട്ട പേരാണ് മനാസെ. അതിനുശേഷം ഞാൻ വീണ്ടും അപ്പനായിരിക്കുന്നു, അപ്പനെന്ന് എന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞ് 2ാമത്തെ കുഞ്ഞിനാണ് എഫ്രായിം എന്ന് പേരിട്ടത്. ദൈവം അവനെ വിളിക്കുന്ന എഫ്രായിം എൻ്റെ ഓമനക്കുട്ടൻ എന്നാണ്. ദൈവം വളരെ സ്നേഹത്തോടുകൂടി 2 മക്കളെയും വിളിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും ഉടമ്പടി എടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നു, നമുക്ക് പേരിടുന്നു, നമ്മുടെ ഉള്ളംകൈയിൽ നമ്മുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ തലമുടി നാര് പോലും കൊഴിയുന്നത് ദൈവം അറിയുന്നു. നിൻ്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നതെല്ലാം എന്നെയും നാം ഓരോരുത്തരെയും കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വലിയ വലിയ വാഗ്ദാനങ്ങളും സ്നേഹത്തിൻ്റെ അടയാളങ്ങളുമാണെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ഇന്ന് ഈ അൾത്താരയിൽ നിന്നത് വളരെ യാതൊരു വൈകല്യങ്ങളുമില്ലാതെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെയാണ് ഈ കുഞ്ഞ് 6 മാസത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ആ കുഞ്ഞിന് ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നോർമലാക്കി കൊടുത്തത് ഈശോയുടെ അത്ഭുതം മാത്രമാണ്. നമുക്കറിയാം, ഈശോ ഒരു അന്ധനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നവരെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ പാപം മൂലമോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ ഇവരുടെ പാരമ്പര്യത്തിൻ്റെ പാപമോ? ഈശോ വളരെ ശക്തമായൊരു ഉത്തരമാണ്
ഉത്തരമാണ് അവർക്ക് കൊടുത്തത്. ഇത് ഇവൻ്റെ പാപമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമോ കൊണ്ടല്ല, ഇവനെ അന്ധനായി തീർന്നത് ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു എന്ന്. ജോസ്ന പറയുന്നത് അത് മാത്രമാണ്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രിൻസിൻ്റെ ജീവിതത്തിലൂടെ കടന്നതെല്ലാം, ഈ സഹനങ്ങളിലൂടെ ഞാൻ പോയതെല്ലാം ദൈവമഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്നൊരു വലിയ ഉത്തരമാണ് അവർക്കുള്ളത്. ഇന്ന് ഇവർ രണ്ടുപേരും ചെയ്യുന്ന വലിയ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് ഈശോയെ ഫിലിപ്പൈൻസിനോടായാലും മറ്റേത് ഭാഷയിലുള്ളവർക്കായാലും ഞാൻ ചെയ്യുന്നത് സാക്ഷ്യം കേട്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കൊടുത്ത് അവരുടെ ജീവിതങ്ങളിലെല്ലാം ആശ്വാസവും സന്തോഷവും, അവരുടെ കണ്ണീരൊപ്പുന്നൊരു ദൈവം ഇന്നും ജീവനോടെ അൾത്താരയിലുണ്ട് എന്ന് കൃത്യമായി പ്രകടിപ്പിക്കാൻ, വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം, അഭിഷേകം ജോസ്നയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കെല്ലാവർക്കും, പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും ഒരു വലിയ ചലഞ്ചിങ്, ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം ചെയ്യാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോസ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് കീർത്തി. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കുഞ്ഞ്, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ അമ്മയാണ്. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ളൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കുഞ്ഞ് 3 വയസ്സായിട്ട് ശേഷവും സംസാരിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കൃപാസനത്തിലെ മാതാവിൻ്റെ രൂപ ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അതിനുശേഷം ഇവിടെ ലീവിന് വന്ന സമയത്ത് ഇവിടെ വരികയും ഉടമ്പടി എടുക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് മനസ്സിൽ തോന്നി. ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ ശരീരത്തിൽ തൂത്തായിരുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവൻ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങി. അമ്മാന്ന് പോലും വിളിക്കില്ലാത്ത കുഞ്ഞ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങി, അംഗൻവാടി പോയി തുടങ്ങി. അവന് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു. കാരണം എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 2 വട്ടം ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതെന്നെക്കൊണ്ട് പറ്റില്ല, അമ്മ വിചാരിച്ചാൽ മാത്രമേ എനിക്കിത് പാസ്സാവാൻ പറ്റുള്ളൂ. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം കാശുരൂപം കൈ മുറുകെ പിടിച്ച് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷവും ഞാൻ 1 വട്ടം കൂടി ട്രൈ ചെയ്തു. പക്ഷേ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പിന്നെ ഫെയിലായി. ആ സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇല്ല അമ്മ, എനിക്ക് വേറെ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാൻ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ലീവിന് നാട്ടിൽ വന്നു. ഇവിടെ വന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഞാൻ ബൈബിള് പോലും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ബൈബിള് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 21 ഡേറ്റാണ് കിട്ടിയത്. ആ ഡേറ്റിന് ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് ചെന്നൈയിലായിരുന്നു എക്സാം സെൻറ്റർ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു ഒമാനിലെ ഒരു എക്സാമിൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം കുഞ്ഞിനെയും കൂടെ കൊണ്ടാവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആദ്യം ബാംഗ്ലൂർ പോയി ഒമാൻ്റെ എക്സാം എഴുതാനായിട്ട്. പക്ഷേ അത് ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. കിട്ടിയാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നീ ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്, 1 പ്രാവശ്യം കൂടെ നിനക്ക് ചാൻസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ചെന്നൈ ചെന്നു. അവിടെ ചെന്ന് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് എന്ത് ചെയ്യണം തന്നെ അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കാശുരൂപം മുറുകെ പിടിച്ച് എക്സാം എഴുതി. എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരിയെങ്കിലും വിശ്വാസമുള്ള എൻ്റെ ഹസ്ബൻഡിന് ആ വിശ്വാസവും കൂടെ പോവരുത്. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് താഴെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതിനുശേഷം
പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ദുബായിലോട്ട് ഒരു ജോലിക്ക് വേണ്ടി പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഒത്തിരി പൈസ മുടക്കി പോയി. പക്ഷേ അവിടെ ചെന്നിട്ടാണെങ്കിലും വിചാരിച്ച രീതിയിൽ നല്ലൊരു ജോലിയും ആയിരുന്നില്ല, അക്കോമഡേഷനും ശരിയല്ല, ഫുഡും ഇല്ല, ശമ്പളവും കറക്റ്റായിട്ടില്ല. കിട്ടുന്ന ശമ്പളം ദുബായിലോട്ടും വീട്ടിലോട്ടും അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ആ സമയത്ത് അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ജപമാല പോലും ചൊല്ലാൻ അറിയാൻ പാടില്ല, ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യം പഠിച്ചത്. ഞാൻ 1 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. എൻ്റെ അപ്പോഴാണെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ഹസ്ബൻഡിനെ സഹായിക്കാൻ തുടങ്ങി. അതിനുശേഷം പുള്ളി നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടാണെങ്കിലും ഇവിടെ വന്ന ശേഷം പഴയ കമ്പനിയിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലിക്ക് കയറാൻ സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കിലാണെങ്കിൽ പോലും എനിക്ക് ജോലി ചെയ്യുന്ന കൂടെയുള്ള കോവർക്കേഴ്സുമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. റിസൈൻ വെക്കേണ്ട അവസ്ഥ വരെ വന്നു. എനിക്കറിയാം ഞാൻ റിസൈൻ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. കാരണം എൻ്റെ ശമ്പളം നാട്ടിലെത്തിയില്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് എനിക്ക് മുന്നോട്ടൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ റിസൈൻ വെച്ചു. വിസ തീരാൻ 3 മാസമേ സമയമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അമ്മ എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ റിസൈൻ വെച്ചത്. റിസൈൻ വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ 2-3 ക്ലിനിക്കുകളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയടത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പോയത്. ചെന്ന് പോയ ക്ലിനിക്കിൽ കൂടെ എല്ലാം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ അവരെടുക്കാൻ റെഡി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നാട്ടിൽ വരാൻ പറ്റത്തില്ല, എനിക്ക് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനുമായിട്ട് പ്രശ്നമുണ്ടായ ഡോക്ടറെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു 44 ദിവസത്തിനുള്ളിൽ എന്നും പറഞ്ഞു. അച്ഛനൊരു ധ്യാനത്തിലൊരു അടയാളം പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു കെ എന്ന് പറഞ്ഞൊരു ലെറ്റർ കാണിക്കുന്നുണ്ട്, അത് ഒരാളുടെ പേരാണോ സ്ഥലമാണോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു. ഞാൻ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു, അത് എന്നെപ്പറ്റി തന്നെയാണ് അച്ഛൻ പറഞ്ഞത് എന്നുള്ളത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ 44 ദിവസം കംപ്ലീറ്റ് ആയില്ല. അതിന് മുമ്പ് ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്ന് എന്നോട് സംസാരിച്ചു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇവിടെ വന്നു, ഞാൻ റാലിയിൽ പങ്കെടുത്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് എക്സാം പാസ്സായി ഞാൻ അവിടെ ലൈസൻസിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കാണത്തില്ലായിരുന്നു. കാരണം അവിടെ എഴുതി വെച്ചേക്കുന്ന പലതും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണത്തില്ല, ഞാൻ പറയണമൊന്നും നിങ്ങൾ വായിക്കുന്നില്ല. കാരണം എനിക്ക് അകലെയുള്ള കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് അന്നേരമാണ് ബോധ്യപ്പെട്ടത്. എൻ്റെ കണ്ണിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അന്നേരമാണ് ബോധ്യപ്പെട്ടത്. ആ സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി എക്സാം പാസ്സായത് എങ്ങനെയാണെന്ന് എനിക്കും മാതാവിനും മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പെടുത്ത് ആരും കാണാതെ ടേബിളിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ആൾ തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് തരുവാണ് എന്നും പറഞ്ഞ് എനിക്ക് ലൈസൻസായി. പിന്നെ വേറെ ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ താരൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കൂടി വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ തലയിൽ തന്നെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ടത് മാറി സൗഖ്യപ്പെട്ടു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ വരുന്ന സമയത്ത് പത്രം മേടിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൂടെയും ഓട്ടോ സ്റ്റാൻഡിൽ കൂടെയും റെയിൽവേ സ്റ്റേഷനിൽ കൂടെയും എല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം, അത് ആർക്കെങ്കിലും സഹായമുള്ള അക്കൗണ്ട് ത്രൂ ആണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ വേറൊരു സാക്ഷ്യവും കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാം പാസ്സായത് ഇത്ര കഷ്ടപ്പെട്ട ആ സമയത്ത് ഞാൻ തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും
എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ, നമുക്കറിയാവുന്ന കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി വേക്കൻസി വല്ലതും ഉണ്ടോയെന്ന്. അവരെനിക്ക് പാർട്ട് ടൈമായിട്ട് അവർ ട്യൂട്ടറിൻ്റെ ഒരു വേക്കൻസി എനിക്ക് തന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി പറ്റുന്ന സമയത്ത്. അന്നേരം ഞാൻ ക്ലാസ് എടുത്ത കുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു അത് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ വിചാരിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കീർത്തിയുടെയും ശ്രീരാജിൻ്റെയും പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ തന്നെ കേട്ടത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയാസമയങ്ങളിൽ കീർത്തിയുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് സൗഖ്യവും സന്തോഷവും നൽകിയിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കീർത്തി ഇവിടെ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. 3 വയസ്സായ ഈ കുഞ്ഞ് സംസാരിക്കാതിരുന്നപ്പോൾ ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയും ഹൃദയം എന്തുമാത്രം ചങ്കിടിപ്പോടെ നോക്കിക്കാണുന്നവരാണ് നാം ഓരോരുത്തരും. അവരോട് ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാജിന് അത്ര തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. കുഞ്ഞ് സംസാരിക്കുമോ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത മറ്റു പ്രശ്നങ്ങളെല്ലാം മാറിത്തീരുമോ എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് സമയമെടുത്തു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരുപാട് വിശ്വാസ പരീക്ഷണങ്ങളും വിശ്വസ്തതയുടെ ചോദ്യചിഹ്നങ്ങളുമൊക്കെ അവർക്കുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ സമയാസമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിതഭാരം കുറയ്ക്കുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് അവർക്ക് പ്രത്യക്ഷത്തിൽ അവർക്ക് വായിച്ചെടുക്കാനും കണ്ടെടുക്കുവാനും സാധിച്ചത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗവും ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചുകൊണ്ടും ഈശോയോടുള്ള ആ സ്നേഹം, ആ വിശ്വസ്തത കീർത്തി വളരെ കൃത്യമായി പ്രകടമാക്കുകയായിരുന്നു. തൻ്റെ ജീവിതം ഒരു വലിയ തകരാറിലേക്ക് പോവുകയാണ്. തൻ്റെ ജോലി അവിടെ അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണ്. താൻ അവിടെ റിസൈൻ ചെയ്ത് പോരേണ്ട അവസ്ഥയിലാണ് എന്നെല്ലാം വളരെ സങ്കടപ്പെട്ട് ജീവിക്കുമ്പോഴെന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായി ആ സമയത്ത് തന്നെ എങ്ങനെ പെരുമാറണം, ആർക്കെല്ലാം എന്തെല്ലാം ഗൈഡൻസ് പരിശുദ്ധ അമ്മ നൽകി അവരെയെല്ലാം വഴികളിലേക്ക് കൊണ്ടുവന്ന് ഈ നേഴ്സ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള വലിയ ആവശ്യവുമായി നമ്മെ തന്നെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരെ എപ്പോഴും അങ്ങനെയാണ്. ഒന്നുകിൽ പരിശുദ്ധ അമ്മ നമുക്കൊരു നല്ല ബെറ്റർ ഓപ്ഷൻ നമുക്ക് നൽകും, ബെറ്റർ ജോബ് നൽകും, അല്ലെങ്കിൽ നമുക്ക് നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ ബെറ്റർ സാലറിയോടുകൂടി നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കീർത്തിക്കും അനുഭവം അതുതന്നെയാണ്. ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് മറ്റുള്ളവരിൽ നിന്നുണ്ടായ പല അവഗണനകളെയും പരിശുദ്ധ അമ്മ ഒരു കൃപയാക്കി മാറ്റി അവിടെ തന്നെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നൽകി മകൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. വിശ്വാസം വർദ്ധിക്കുവാനായി ശ്രീരാജിൻ്റെ തലയിൽ ഒരു വലിയ ഒരു അസ്വസ്ഥതയുണ്ടായപ്പോൾ ഈ മകൾ മറ്റൊരു ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ഈ മകളുടെ കീർത്തിയുടെ തലയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ശ്രീരാജിന് വലിയ സൗഖ്യമുണ്ടായി എന്ന് മകൾ അത് ഈശോ കാണിച്ചു തന്ന ഒരു വലിയ സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജപമാല റാലിയിൽ പങ്കെടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാനുള്ള ഒരു വലിയ സൗഭാഗ്യം കീർത്തിക്കുണ്ടായി. ജോസഫ് അച്ഛൻ്റെ കൃത്യമായ ഉടമ്പടി ധ്യാനങ്ങളിലും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പങ്കെടുക്കുമ്പോൾ മകൾക്കൊരു വലിയ സന്ദേശം നൽകി. നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് 44 ദിവസത്തിനുള്ളിൽ നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ പോവുകയാണ്. അതെല്ലാം വളരെ സത്യമായി സംഭവിക്കുകയും ഈശോ നമുക്ക് നൽകുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കൃത്യമായി വിശ്വസിക്കുവാനും അവിടെ നിന്ന് പൂർണ്ണമായി ശരണപ്പെടുവാനുള്ള വലിയ കൃപ ഇന്ന് ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏതെല്ലാം ജീവിതാവസ്ഥകളാണോ നമുക്കുണ്ടായിട്ടുള്ളത്, നമ്മൾ അടഞ്ഞുകിടക്കുന്ന എല്ലാ അവസ്ഥകളിലും ഈശോ സ്പർശിക്കുമ്പോൾ, നമ്മുടെ നാവിലും ജീവിതത്തിലും സ്പർശിക്കുമ്പോൾ ഈശോ എഫാത്ത എന്ന് പറയുന്ന പോലെ കുഞ്ഞിൻ്റെ ആ നാവിൻ്റെ കെട്ടഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളെല്ലാം തുറക്കപ്പെടുന്ന വലിയ അനുഭവം ഉടമ്പടി ജീവിതത്തിൽ നമുക്കുണ്ടാവുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ കാനായിലെ വിവാഹം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുമെന്ന് ഉറപ്പാണ്. ഈ സാക്ഷ്യത്തോട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സന്നിധിയിൽ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ. എനിക്കൊരു മകളാണുള്ളത്.
ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഹോസ്പിറ്റൽ, ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറി മറിയുമെന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പെതുക്കെ എനിക്ക് തോന്നിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജീവിച്ച് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ രണ്ടാമത്തെ തിരിച്ചടിയായി. ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരു സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിങ് പൊസിഷനും ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലർ ആയിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അതിന് പുറകെ പോയില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്, മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു, വായിക്കാതെ.
അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കണ്ടു തുടങ്ങി, കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യ്. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് എ ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ, അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു. 2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും, അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു ഭാര്യ എവിടെയാണോ അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നു ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ അവിടെ വന്നുകൊള്ളാം, എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ, എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ, കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം, ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OT-യിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ. അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OT-യിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്, നോ എന്ന് പറയല്ലേ. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ
ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പെതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്, കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഈ പത്രം ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്. കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണെന്നോ എവിടുന്ന് വരുന്നതാണെന്നോ എന്നാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ സകല പോസിറ്റിവിറ്റി, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയുവാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനുവേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ, ബഹ്റൈനിൽ അറിയാവല്ലോ ഒരു മുസ്ലിം രാജ്യമാണ്, എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിവുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നേക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും.
കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കൂന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞ്? നടന്നില്ല. അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്കാർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോടാനുകോടി നന്ദി. സങ്കീർത്തനം 91:14 നമ്മൾ വായിക്കാം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സെനി ഉദയകുമാർ എന്ന മകൾ ഈശോയുടെയും മാതാവിൻ്റെയും ഒരു വലിയ ഭക്തയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും ആ സാക്ഷ്യത്തിൽ നിന്ന്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് മൂല്യം കൊടുക്കാത്ത ഒരു ജീവിതമായിരുന്നു. എല്ലാ മെറിറ്റുകളും ഉണ്ടായിരുന്നു. ആ മെറിറ്റുകളെല്ലാം ഡീമെറിറ്റ് ആയപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം ഓർത്തത്. പതുക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയത്താണ് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുമുള്ള നിമിത്തമായി പലരും വരുന്നത് അവരുടെ ജീവിതത്തിലേക്ക്. ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ മറ്റാരോ ഇട്ട കമൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നല്ലൊരു വാക്കാണ് ഹസ്ബൻഡ് പറഞ്ഞത്, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന്. നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് ഈ 2 വ്യക്തികളും. റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് വന്ന സ്റ്റാഫ് കയ്യിലൊരു കൊന്തയിരുന്നു. എന്താണ് കൊന്ത, എന്താണ് കൃപാസനം എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് യാദൃശ്ചികമായിട്ട് യൂട്യൂബ് വന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ്, ആ കൊച്ചുമകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. മാതാവ് വിളിക്കണം. ഇതെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു പ്ലാനുണ്ട്. ഈശോയുടെ അമ്മയുടെ ഒരു പ്ലാനാണ് ആ കുട്ടി അവിടെ ചേരാനും യാദൃശ്യമായിട്ട് ഫേസ്ബുക്ക് കാണാനും യൂട്യൂബിനകത്ത് അച്ഛൻ്റെ ടോക്ക് കാണാനും. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവമാണ് അവർക്ക് കൊടുത്തത്. അത് മനസ്സിലാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത്. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു, എന്താണെന്ന് പഠിച്ചു, അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രോഗാവസ്ഥയിൽ ഹസ്ബൻഡ് ക്രിട്ടിക്കലാണെന്ന് കേട്ടപ്പോഴും അവർക്കൊരു പ്രാർത്ഥന അറിയാവുള്ളൂ, മാതാവെ കാത്തുകൊള്ളണേ എന്ന്. ആ പ്രാർത്ഥന ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. ഈശോയും മാതാവും അവരുടെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കാരണം അവർ ഈശോയുമായിട്ട് തൊട്ട് നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചത്. ഹസ്ബൻഡ് രോഗം സൗഖ്യമായി വന്നപ്പോൾ ആദ്യമായി ചോദിച്ച ഒരു കാര്യമാണ്, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണോ എന്ന്. പറഞ്ഞതുപോലെ തന്നെ 2 പേരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥന തുടങ്ങി. ആ മകളുടെ ആദ്യത്തെ പത്രം കൊടുത്തത് തന്നെ സ്വന്തം അമ്മയ്ക്കായിരുന്നു. വീട്ടിൽ കൊണ്ടുചെന്ന് അമ്മയ്ക്കാണ് പത്രം കൊടുത്തത്. പിന്നീട് അവരുടെ ഉടമ്പടി ജീവിതമാണ് നമ്മൾ കേട്ടത്. ഒത്തിരി പെയിൻ കില്ലറുകൾ കഴിച്ചിരുന്നു. ഇപ്പോഴവരുടെ ബാഗിൽ എല്ലാ പെയിൻ കില്ലറും മാറ്റി അതിന് പകരം തൈലവും കൊന്തയുമാണ് കയ്യിലിരിക്കുന്നത്. ആ കുട്ടി പിന്നെയും പറഞ്ഞു, ഇവിടെ വരാനായിട്ട് സ്വയം തീരുമാനിച്ചാൽ പറ്റുകയില്ല, ദൈവത്തിൻ്റെ ഒരു വിളി വേണം. ഉറച്ച വിശ്വാസത്തിൽ അർപ്പിച്ച ഈ ജീവിതം ദൈവത്തിൻ്റെ കൃപയല്ലാതെ നമുക്കാർക്കും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല. അവർക്കത് പൂർണ്ണമായി വിശ്വസിച്ചു. പലരും നിമിത്തമാണ് നമ്മളിവിടെ പലരും ഇവിടെ വന്നിരിക്കുന്നത്, പല കാരണത്താൽ. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോഴവർ പറഞ്ഞ്, ആത്മീയമായിട്ട് ദൈവവിശ്വാസം വർദ്ധിക്കാനായിട്ട് സാധിച്ചു ഉടമ്പടിയിൽ കൂടി. അത് വേറെ എങ്ങും കിട്ടില്ല. പല മെറിറ്റുകളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവവിശ്വാസം എന്ന പുണ്യം അത് നമ്മൾ ഇവിടെ മാത്രം ആത്മീയമായിട്ട് ദൈവത്തോടും മാതാവിനോടും അടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ്. പോസിറ്റിവിറ്റി ജീവിതത്തിൽ എല്ലാം നല്ലതെന്ന് കരുതാനുള്ളതും മറ്റുള്ളവരോട് കരുണ തോന്നാനുള്ള ആ മനസ്ഥിതി, ഇതെല്ലാം ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയോ? അമ്മയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനാണ്
അവരുടെ ജീവിതാവസാനം വരെ അമ്മയോട് ചേർന്ന് നിന്ന്, ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നാണ് അവർ പറഞ്ഞത്. ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഇവർക്ക് കൊടുത്ത രോഗശാന്തിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.